അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ആധ്യക്ഷ്യം പ്രിയപ്പെട്ട കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള AK അബ്ദുൽ മജീദ് സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട ഈ നാടിൻ്റെ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ്, ഇവിടെ അതിമനോഹരമായി നിങ്ങൾക്ക് നല്ല ഒരു മെസ്സേജ് തന്ന തിരൂർ DYSP പ്രിയപ്പെട്ട AJ ജോൺസൺ സാർ, റിപ്പോർട്ട് അവതരണം നടത്തുന്ന റഫീഖ് പുത്തനത്താണി, അദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഈ കുടുംബ കൂട്ടായ്മയുടെ, മറ്റ് ആശംസാ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഈ കുടുംബത്തിലെ കാരണവന്മാരായ ബാബാ സാഹിബ് വല്യാറമ്പ്, ഷെരീഫ അദവനാട്, അബ്ദുൽ ഹമീദ് മദനി, ഹനീഫ വല്യാറമ്പ്, ആരിഫ ടീച്ചർ, ഷർഫ് മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള ആയപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ രണ്ടാമത്തെ കുടുംബ സംഗമത്തിൽ സന്നിഹിതമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഒന്നാം ആയപ്പള്ളി കുടുംബ സംഗമത്തിലും ഈ എളിയവൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അതിമനോഹരമായി എക്സ്പീരിയൻസിലൂടെ കുറേ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ജോൺസൺ സാർ നമ്മളോട് സംവദിച്ചത്. നിങ്ങളത് സാഗൂതം ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അറിവും എക്സ്പീരിയൻസും രണ്ടും രണ്ടാണ്. അറിവ് നമുക്ക് പുസ്തകത്തിലൂടെ വായനയിലൂടെയൊക്കെ കിട്ടുന്നതാണ്. എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് രണ്ടും ചാലിച്ചുകൊണ്ടാണ് നമ്മളോട് അദ്ദേഹം സംവദിച്ചത്. തന്നെയുമല്ല, ഇത്തരം കുറേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ അതിലൊക്കെ ഇടപെട്ട് ശീലമുള്ള ആളുകൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ വളരെ ഹൃദയസ്പൃക്കായി നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ അത് ഏറ്റെടുക്കാനും, പ്രത്യേകിച്ച് ലാസ്റ്റ് ഭാഗം ഞാൻ കേട്ടത് കുടുംബത്തിലെ പ്രധാനികളായിട്ടുള്ള കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ ശബ്ദത്തിന് ഒരു അമിതമായി ശബ്ദമിട്ട് സംസാരിച്ചാൽ ഒരു പ്രത്യേക മുഴക്കമുണ്ടായതുകൊണ്ട് ശബ്ദം കുറച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ സൗണ്ടിൽ സംസാരിച്ചാൽ ഒരു പക്ഷേ കേൾക്കാൻ സൗണ്ട് നല്ല സൗണ്ടാണ്, ചിലപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ വിഷയമാകാം, ചിലപ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഉണ്ട പോലെയൊക്കെ തോന്നുന്നു. ഞാൻ കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോരുത്തരുടെയും, എൻ്റെ സംസാരമെന്നല്ല, ഓരോരുത്തരുടെ സംസാരവും ശ്രദ്ധിക്കാൻ. എന്തിനാണ് നമ്മൾ കുടുംബ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്? എന്തിനാണ് വീണ്ടും നമ്മളൊരു കുടുംബ സംഗമം കൂടിയത്? എല്ലാറ്റിനും ഒരു ലക്ഷ്യം വേണമല്ലോ. ലക്ഷ്യമില്ലാതെ നമ്മളൊന്നും ചെയ്യരുത്. ഇവൻറ്റ് ഫോർ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടാകരുത്. പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കരുത്. വെറുതെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കൂടി ഭക്ഷണം കഴിച്ച് അങ്ങനെ പിരിഞ്ഞത് കൊണ്ടും കാര്യമില്ലായെങ്കല്ല, ആ ഭക്ഷണത്തിൻ്റെ കാര്യം ഉണ്ടാവും. നേരെ മറിച്ചിട്ട് നമ്മുടെ കുടുംബം ഉന്നതമായ അവസ്ഥയിൽ ഒരു വഴികാട്ടിയായി സമൂഹത്തിന് ആകുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകണം. ഇവിടെ കാരണവന്മാർ അതിമനോഹരമായി ആ ഒരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മളെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. കാരണം എൻ്റെ അയൽപ്പക്കത്തും ധാരാളം ആയപ്പള്ളിക്കാരുണ്ട്. ആയപ്പള്ളി എന്ന് പറയുന്ന ബൃഹത്തായ കുടുംബത്തിലെ ഒരു ശൃംഖല തന്നെ ഞങ്ങളുടെ ആദവനാട്, കാട്ടിലങ്ങാടി ഭാഗത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിക്കാലത്തെ കാണുന്നവരാണ് ആയപ്പള്ളിക്കാർ. പിന്നെയും തന്നെയുമല്ല, അവിടുത്തെ കുറേ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. മുത്തുവാകട്ടെ, ഉവൈസാകട്ടെ, അങ്ങനെ കുറേ ആളുകൾ, നൗഷാദാകട്ടെ, സെയ്ഫ് ഹംദാനാകട്ടെ, അങ്ങനെ കുറേ ആളുകൾ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. ഒരാരെങ്കിലൊക്കെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന, അനുഭവിക്കുന്ന, എൻ്റെ പിതാമഹനുമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തിയിരുന്നൊരു കുടുംബമാണ് ആയപ്പള്ളി കുടുംബം. എൻ്റെ ഉപ്പാപ്പയെ അവർക്കൊക്കെ അറിയാം, കാരണം ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമീപിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പൈതൃകമുള്ള, സംസ്കാരമുള്ള, ഞാൻ അവിടുത്തെ ആയപ്പള്ളിക്കാരെയാണ് അറിയുക. പിന്നെ പലയിടത്തുണ്ട്, തിരൂര് ഭാഗത്ത്, അതേപോലെ തന്നെ മറ്റ് പല പ്രദേശത്തും. കാരണം ഒരു സ്റ്റേറ്റ് പ്രസിഡന്റിനാക്കണമെങ്കിൽ പല ജില്ലയിലും ഈ കുടുംബം ഉണ്ടാവുമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മാത്രമാണെങ്കിൽ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റിന് വെക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു കുടുംബസംഗമം നടത്തുന്നത് എന്തിനാണ്? ഒരു കുടുംബസംഗമം നടത്താൻ എത്ര പണിയുണ്ടെന്നറിയും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു 4 വിവാഹം വീട്ടിൽ നടക്കുന്നതിനേക്കാൾ പണിയാണ് ഒരു കുടുംബസംഗമം ചേർക്കുക എന്ന് പറഞ്ഞത്. കാരണം ഒരു കാരണവരുടെ അടുത്ത് പോയാൽ പറയും, ഇവിടെ അല്ല കേട്ടോ, ആയപ്പള്ളി കുടുംബത്തിലല്ല, കാരണവരുടെ അടുക്കൽ പോയാൽ പറയും, എന്തിനാ ഇനി നമ്മൾ കൂടുന്നത്, ഒരു കൂടം കൂടിയില്ലേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ പെൺകുട്ടികൾ പറയും, വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വന്ന പെൺകുട്ടികൾ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ടാകാം, ഇവിടെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ പോയാൽ പോലെ നിങ്ങളെ കുടുംബമല്ലേ, ഞങ്ങളിപ്പോൾ നിങ്ങളെ കുടുംബമൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരുപാട് വാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടാണ് സത്യത്തിൽ എന്താകുന്നത്, ഇത്തരം ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. ഇത് സംഘടിപ്പിക്കാൻ വലിയ പണിയാണ്. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ കുടുംബസംഗമം കൂട്ടാൻ അതിന് നേതൃത്വം കൊടുത്തത് കൊണ്ട് എത്ര പണിയുണ്ട് ഈ കുടുംബസംഗമത്തിൽ എന്നറിയാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ നമ്മൾ കൂടുന്നത് എന്തിനാണ്? ഒരു വിവാഹമാണെങ്കിൽ ഫോണിൽ വിളിച്ചാൽ ഇപ്പോൾ എല്ലാവരും വരും, നേരിട്ട് പോയി പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ കുടുംബസംഗമത്തിന് ചിലപ്പോൾ 1 or 2 തവണയൊക്കെ പോയി അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. വോട്ടർ പട്ടിക അനുസരിച്ചിട്ട് ഓരോ വോട്ടർമാരെ പോയിട്ട് അന്നത്തെ സ്ഥാനാർത്ഥി കാണുന്നത് പോലെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും പോയി മീറ്റ് ചെയ്ത് ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി അവരുടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടൊക്കെയാണ് കുടുംബസംഗമം നടത്തുന്നത്. അപ്പോൾ കുടുംബസംഗമത്തിൽ പ്രധാനമായും കുറേ സംസാരങ്ങൾ എന്നതല്ല, നിങ്ങൾ പരസ്പരം സ്നേഹം പങ്കുവെക്കലും അതേപോലെ തന്നെ ഒന്നിച്ചുള്ള ജൈത്രയാത്ര തുടരലും, പ്രത്യേകിച്ച് ഇവിടെ ജോൺസൺ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ വരും തലമുറയെ വാർത്തെടുക്കലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വരും തലമുറയാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന അർത്ഥത്തിൽ പറഞ്ഞോട്ടെ, കുടുംബം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുടുംബസംഗമങ്ങൾ കൂടണമെങ്കിൽ ഭാവിയിൽ കുടുംബമല്ലോ, ആ കുടുംബം തന്നെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അത് അത്ര പെട്ടെന്ന് നമുക്ക് നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യമല്ലെങ്കിൽ പോലും, ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങൾ പല രാജ്യത്തും പോയാൽ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പോയാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം മൈ ബോഡി, മൈ ജോബ്, മൈ വിഷൻ, മൈ ഡ്രീം എന്ന് പറയുന്നൊരു സാധനമാണ്. എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നം, എൻ്റേതായ സന്ദേശം എന്നൊരു രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയയും നമ്മുടെ അവസ്ഥകളും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാലമാണ്. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ തന്നെ ഒരു പക്ഷേ ഭാരമായി മാറുന്നൊരവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, അങ്ങനെ കുടുംബം എന്നത് കൂടാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വിദൂര ഭാവിയിൽ എല്ലാവരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റപ്പെടലിൽ അവരവരുടെ ലോകം തീർക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഒരു വേള കുറേ ആളുകൾ ഇതിൽ നിന്നൊക്കെ ഒഴിവുണ്ടാവും. ഉദാഹരണത്തിനൊരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം, അത് ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രത്യേക കണ്ടന്റുകളൊന്നുമില്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിട്ട് ഒറ്റക്കൊറ്റക്ക് ആളായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മാതാവിൻ്റെ സംസ്കൃതിയിൽ നിന്ന്, പിതാവിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന്, കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് ഒക്കെ ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ അറിയുന്നില്ല. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയ ലോകത്തെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. പക്ഷെ ഒരിക്കലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മറ്റൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് അത് ചാറ്റ് GPT പോലെയുള്ളതിലേക്ക് കടന്ന് അതിലേക്കൊക്കെ കടന്നിട്ട് അവസാനം AI നിങ്ങളെ പൊക്കി, നിങ്ങളുടെ വേഷവിധാനങ്ങൾ മാറ്റി. ഇപ്പം അങ്ങനത്തെ കൗൺസിലിങ്ങിനാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല സാർ, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നത് എനിക്കറിഞ്ഞുകൂടാ.
എന്നൊക്കെ പറയുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മുടെ ഒരു നല്ല ഫോട്ടോ ഇട്ടാൽ അതൊരു മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്ന സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അവിടെ എല്ലാ കാലത്തും നമ്മളെ മാത്രം ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ഓരോ രീതിയിൽ ഫോട്ടോ എടുത്ത് വിടുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ മഫ്തയെ അഴിച്ചു മാറ്റാനും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനും പറ്റുന്ന AI ഡെവലപ്പ് ചെയ്തതുകൊണ്ട് വളരെ മോശമായ പിക്ചറുകളുടെ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ കാലത്തോടാണ് ഇപ്പോൾ സമ്പാദിക്കുന്നത്. സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്തിട്ട് നിനക്ക് ഇന്ന ടൈപ്പിലുള്ള കുട്ടികളെ വേണോ എന്ന് ചോദിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഇന്ന ഫോട്ടോ കാണണമെങ്കിൽ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് അതിനെ വിൽക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അത് പരസ്യമായി ഇല്ലെങ്കിൽ പോലും പേയ്മെന്റ് കൊടുത്താൽ കയറാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ കുട്ടികളുടെ ഫോട്ടോകൾ സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ പർദ്ദയിട്ടിട്ടായിരിക്കാം ആ ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടാവുക. നമ്മളൊരു പക്ഷേ നല്ല രീതിയിലായിരിക്കും ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതിനെപ്പോലും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആഘോഷിക്കുന്ന കഴുകന്മാർ ഉള്ളൊരു കാലത്താണ് നമ്മളുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, എല്ലാ കാലത്തും കുടുംബസംഗമത്തിൽ നാത്തൂൻ പോലും അമ്മായിമ്മ പോലും പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതത് കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് ഏറ്റവും വലിയ വായന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പുസ്തക വായനയല്ല. പുസ്തക വായന എന്ന് പറഞ്ഞാൽ നല്ലതാണ്, നന്നായിട്ട് നമ്മൾ വായിക്കണം, ഡെയിലി വായിക്കണം, ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും. എല്ലാ പെണ്ണുങ്ങളും വായിക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം വിശുദ്ധ ഖുർആൻ തുടങ്ങിയിട്ടുള്ളത് തന്നെ ഇഖ്റ, നീ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് വായന നമുക്ക് അന്യമല്ല. പക്ഷെ ആ വായനയേക്കാൾ വലിയ വായന എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? സോഷ്യൽ റീഡിംഗ് ആണ്, സമൂഹത്തെ വായിക്കലാണ്. സമൂഹത്തെ വായിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ വായിക്കുക, സമൂഹത്തെ വായിക്കുക, കെടുതികളെ നമ്മൾ മനസ്സിലാക്കുക എന്നത് ഓരോ സമയത്ത് നമ്മൾ അറിഞ്ഞില്ലേ? ഇപ്പോ എന്താണ്, ഞാനിപ്പോൾ രാഷ്ട്രീയം പറയല്ല, SIR എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൂർണ്ണമായി അറിയാത്ത ആളുകളുണ്ട്. ഒരുപക്ഷെ ആ ഫോമാണ്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഏകദേശം 25 ലക്ഷം ആളുകൾ കേരളക്കരയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. രാഷ്ട്രീയം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എവിടെയൊക്കെയാണോ ഇത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സീറ്റ് സെക്കൻഡ് സ്ഥാനത്തുള്ളത്, അവർ 1-ാം സ്ഥാനത്തേക്കാക്കാൻ വേണ്ടിയിട്ട് 25,000 50,000 ഓരോ സ്ഥലത്തും വോട്ടുകൾ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോഴേക്ക് വീണ്ടും ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അധികം താമസിയാതെ ഉദ്ദേശിക്കുന്ന ആളുകൾ കേരളം ഭരിക്കാൻ പോകുന്നൊരവസ്ഥയിലേക്ക് SIR-നെ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും നമ്മൾ തർക്കിക്കുകയാണ്. മതസംഘടനയുടെ പേര് പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നു, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നു. ഓരോ ആളുകളും ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നു. ആദ്യം പേപ്പറിൽ നിന്ന്, പിന്നെ റേഷൻ കാർഡിൽ നിന്ന്, പിന്നെ സമൂഹത്തിൽ നിന്ന്, പിന്നെ രാജ്യത്ത് നിന്ന് മാറുന്ന ഒരവസ്ഥയിലേക്ക് SIR-നെ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് പോലും നമുക്കൊരു ധാരണയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം 38ഓളം സ്ഥാനത്ത് അത് ഉദ്ദേശിക്കുന്ന പാർട്ടിക്ക്, ഇതങ്ങനെ ഒരു സംഗമമല്ലാത്തതുകൊണ്ട് പറഞ്ഞോട്ടെ, 2-ാം സ്ഥാനത്താണ് വോട്ടുള്ളത്. അപ്പൊ ഏകദേശം 30,000 50,000 വോട്ടുകൾ മാറ്റിക്കഴിഞ്ഞാൽ അവർ 1-ാം സ്ഥാനത്തേക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ 38 സീറ്റൊക്കെ കേരളം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അവർക്കറിയാം. ഇതിന്റെ ഒരു രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നത് എന്ന് പോലും സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ അറിയുന്നില്ല. അപ്പോഴും നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ നമ്മൾ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതിനെക്കുറിച്ച് അവബോധം പറയാതെ നമ്മൾ പരസ്പരം ചരിവാരി എറിഞ്ഞു. ആയപ്പള്ളി കുടുംബത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. ഒരാൾ ചിലപ്പോൾ ഈ പാർട്ടിക്ക് മത്സരിക്കുമ്പോൾ മറ്റാൾ ആ പാർട്ടിക്ക് മത്സരിച്ചപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, അയാളുടെ മോശത്തരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ നമ്മുടെ തല ഉടലിന്റെ മുകളിൽ വേണോ എന്ന ചർച്ച നടക്കുന്ന സമയത്താണ് നമ്മൾ ഒന്നും അറിയാതെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, കുടുംബ സംഗമങ്ങളിലെങ്കിലും ഇനി ഇത്തരം കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് രാഷ്ട്രീയപരമായി പറയുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വിവക്ഷയായിട്ട് ആളുകൾ കരുതുന്നു. കുടുംബത്തിൽ ഓരോരുത്തർ ഇതിൽ എത്ര പേര് നിങ്ങളുടെ ലിസ്റ്റ് അതിൽ ഉണ്ടോ എന്ന് നോക്കിയ ആളുകൾ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ. നോക്കിയിട്ട് കണ്ടെത്തിയ ആളുകൾ, അഥവാ പേരില്ല എങ്കിൽ അക്ഷയ സെന്ററിൽ പോയി ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തവർ ഇപ്പൊ കൈ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3 കൈയാകുള്ളൂ. ഇതിന് എത്ര ദിവസമുള്ളത്? ആയപ്പള്ളി കുടുംബത്തിൽ ഇന്ന് ഈ സംഗമം കൂടിയപ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടാവും. അടുത്ത കുടുംബ സംഗമം നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളെ പേരിൽ ഒരു ലിസ്റ്റ് പോലും ഇല്ലാത്ത ആ അവസ്ഥയിലേക്ക് നമ്മൾ കൂടേണ്ടി വരും. ഇത് വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഇതേ സംഭവം ബീഹാറിൽ നടന്നത്, ഇതേ സംഭവം മറ്റുള്ളിടത്തും നടന്നത്. കേരളത്തിന് മാത്രമായി വേറൊന്നും നടക്കുകയില്ല.
കേരളത്തിന് മാത്രമായി വേറൊന്നും നടക്കുകയേയില്ല. SIR-ന്റെ ഫോം അത് ഡിക്ലെയർ ചെയ്തു ഡൽഹിയിൽ നിന്ന് പിറ്റത്തെ ദിവസം 2.5 കോടി ഫോമാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മളൊക്കെ അറിയുന്നത് കുറെ വൈകിയാണ്. ഇതൊക്കെ എന്നോ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ 2.5 കോടി ഫോം നാളെ ഇറങ്ങണമെങ്കിൽ ആ പ്രസ് എന്തായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങിന്റെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെയല്ല. നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഏതെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ 5 ആളുകൾ ഒന്നിച്ചുള്ള സാധനത്തിന് നഗ്നമാക്കിട്ട് കൊണ്ടുവരാനുള്ള കെൽപ്പുള്ള സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുന്ന ഒരു കാലത്ത് സോഷ്യൽ മീഡിയക്കാരത് ചെയ്തിട്ടല്ല, അത് ഹാക്ക് ചെയ്യുന്നു, എന്നിട്ടത് പ്രദർശിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് മലബാരി കുട്ടികളെ വേണോ, അറേബ്യൻ കുട്ടികളെ വേണോ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ആളുകളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നു. എന്നിട്ട് അത് ആസ്വദിച്ച് ജീവിക്കുന്ന മറ്റു സമൂഹക്കാർ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കെടുതികളെന്ന് നമുക്കറിയില്ല. ഞാൻ പേടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ലൈവായി നടക്കുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അതെങ്ങനെ ഉപയോഗിക്കാം, അത് ഹാക്ക് ചെയ്യാതെ എങ്ങനെയൊക്കെ കാക്കാം, അതിന്റെ നിയമപരമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനൊരു അഹങ്കാരം പറയല്ല, എന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 57 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഒരൊറ്റ രാജ്യത്തിന്റെയും ഞാനിതാ ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണില്ല. ഇത് പേടിച്ചിട്ടൊന്നുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളാക്കേണ്ടത് നമ്മുടെ പോസ്റ്റർ ഇട്ടിട്ടല്ല. ഒരു രാജ്യത്ത് പോയാൽ 57 വീഡിയോ എങ്കിലും ഇടുന്ന ഒരു കാലത്ത്, 57 വീഡിയോകളെങ്കിലും ഇടുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് നമ്മൾ അതിന് നിൽക്കുന്നില്ല എന്നുള്ള സെൽഫ് ബൂസ്റ്റിങ്ങിന്റെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ട്. സെൽഫ് ബൂസ്റ്റിംഗ്, ചിലർ വീട് വെക്കും, എന്നിട്ട് ഒരു കൊല്ലത്തോളം വീടിന്റെ പരിപാടികൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലതായിരിക്കാം ചിലപ്പോൾ സെൽഫ് ബൂസ്റ്റിങ്ങിന്. എത്ര ഒരു വൾഗറാന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു വീടല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇവിടെ അതിലും വലിയവർ എത്ര വീട് വെച്ചു. യൂസഫ് അലി സാഹിബിന്റെ വീട് കാണിച്ചുകൊണ്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ വീടൊക്കെ അദ്ദേഹത്തിൻ്റെതായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ ഒരു ഗോസിപ്പിന്റെ ലോകത്തിലൂടെ കടന്നു പോവാണ്. ഒരു ഗോസിപ്പിന്റെ ഒരു കാറ് വാങ്ങിച്ചാൽ ആ കാറിനെ നമ്മൾ 6 മാസം റീലാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാതല്ല അങ്ങനെ ഇടുന്നവരൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ അതൊന്നുമല്ല ലോകമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പണമല്ല ലോകമെന്നും സമ്പത്താണ് ലോകമെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പണമല്ല ലോകമെന്നും സമ്പത്താണ് ലോകമെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ പണം തന്നെയല്ലേ സമ്പത്ത് എന്നതാണ്. പണം വേറെ, പൈസക്കാണ് പണം എന്ന് പറയാ. പക്ഷെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്, വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്, സംസ്കാരമാണ് ഏറ്റവും വലിയ സമ്പത്ത്, കുടുംബജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്, സമൂഹത്തിന്റെ ഇടയിലുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്, ശാന്തമായ കുടുംബജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും എന്തല്ല, പണം വർദ്ധിപ്പിക്കാനല്ല. പണം വർദ്ധിച്ചു എന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എത്രയോ വലിയ പണക്കാർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമ്പത്ത് കിട്ടിയിട്ടില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് നമ്മൾ ചെറുപ്പത്തിലെ പറയുന്നതാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണ്. അതാണ് വിദ്യ എന്ന ധനം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ ആണ്. മെസ്സിയോട് നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ ലെജൻഡാണെന്ന് പറയുമ്പോൾ നിങ്ങളും ലോകത്തിന്റെ ലെജൻഡായിരുന്നു എന്ന് മെസ്സി പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ കളിക്കാരനായി എത്തിയിട്ടും ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നതാണ് എന്റെ സങ്കടം. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഇനി ആർക്കാകാൻ പറ്റാന്ന് അറിഞ്ഞുകൂടാ. അത്ര എത്തിയിട്ട് പോലും വിദ്യാഭ്യാസമില്ലാത്തത് സങ്കടമായി കൊണ്ട് നടക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. കാരണം 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. കമലാ സുരയ്യ മലയാളത്തിന്റെ മനോഹരമായ എഴുത്തിനെ ലോകതലത്തിലേക്ക് ഇംഗ്ലീഷിൽ വികസിപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ കമലാ സുരയ്യ എന്നും പറയാറുള്ളത് എന്താ? 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന സങ്കടം മാത്രമാണ് എനിക്ക്. ഡോക്ടർ കമലാ സുരയ്യ അത് ഡീലിറ്റായിട്ട് കൊടുത്തതാണ് യൂണിവേഴ്സിറ്റി. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലോകത്തിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോയാൽ അത് ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പൈസയേക്കാൾ മുകളിലാണ്. സമാധാനപരമായ ഒരു ജീവിതം ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ മുകളിലാണ്. കുടുംബ സംഗമം നമ്മൾ കൂടുന്നത് ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ ഇവിടെയുള്ള ഓരോ ആളുകളും, ഞാൻ അടക്കമുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം. സമാധാനം കളയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ചെയ്തികൾ തന്നെ നമ്മുടെ സമാധാനം കളയും.
നമ്മുടെ മക്കൾ നമ്മുടെ സമാധാനം കളയും. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കളുടെ സമാധാനം കളയും. കുടുംബത്തിന്റെ ശുദ്ധീകരണം ഒരുപക്ഷെ നമ്മളിലൂടെ നടമാടും. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് അതിമനോഹരമായ നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അബദ്ധങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം. അതിൻ്റെ ഇടക്ക് നമ്മൾ എന്തായിരിക്കണം? കൃത്യമായി നല്ല മേഖലയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ KL 11 F9538 9538 എന്ന് പറയുന്ന ബുള്ളറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ബൈക്കാണ്. പെട്രോൾ ലീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് എത്തണം. ചിലപ്പോൾ ചിലർക്ക് അവനവന്റെ വണ്ടിയുടെ നമ്പർ അറിഞ്ഞുകൂടാ. KL 11 F9538. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്. ഒന്ന്, നേരത്തെ ജോൺസൺ സാറ് സൂചിപ്പിച്ചതുപോലെ ആയപ്പള്ളി കുടുംബത്തിൽ നല്ല വിദ്യാസമ്പന്നരുണ്ടാവുക എന്ന്. ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് കുട്ടികളൊക്കെ അവാർഡുകൾ വാങ്ങിച്ചു. അതിൽ BSc സൈക്കോളജി കഴിഞ്ഞ കുട്ടിയുണ്ട്, അതേപോലെ മറ്റുള്ളവരുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. അവിടെയും നമ്മൾ നിൽക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പഠിച്ചു പോകണം. പഠിച്ചു പോകുമ്പോൾ മൂല്യം നഷ്ടപ്പെടുന്ന ഒരു പഠനത്തിലേക്ക് നമ്മൾ പോകരുത്. ചിലപ്പോഴൊക്കെ വിദ്യാഭ്യാസം ഇങ്ങനെ കൂടുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ ഇങ്ങനെ ചോർന്നു പോകുന്നതൊക്കെയാണ്. DYSP റാങ്കിലിരിക്കുന്ന ആളുകൾ വന്ന് നമ്മളോട് മൂല്യം സംസാരിക്കുമ്പോൾ അത്രയൊന്നും എത്താത്ത നമ്മൾ വെറുതെ മൂല്യം ഇല്ലാത്തതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതിനു മുകളിലേക്ക് പോയാൽ ഇപ്പൊ നമുക്കൊക്കെ സംശയം, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ? കുട്ടികളുടെ ചോദ്യമാണിപ്പോ. വയസ്സായ ആൾക്കാരത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നെട്ടും. നമ്മളിത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ക്യാമ്പസുകളിൽ അഥവാ ലിബറലിസം കടന്നു വന്നിട്ട് യത്തീസ്റ്റുകളുടെ സംസാരം കേട്ടിട്ട് കുടുംബത്തിൽ നിന്ന് മെല്ലെ 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 ആളുകൾ ഇങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ആയപ്പള്ളി കുടുംബത്തിൽ അതില്ലല്ലോ എന്ന്. അങ്ങനെ തന്നെ പണ്ടൊരു കവിയും എഴുതി വെച്ചത്. ഫസ്റ്റ് they came for the Islamists. അവരാദ്യം മുസ്ലിമീങ്ങളെ തേടിയെത്തി. I didn't speak about it. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. Then they came for the communists. അവർ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി. I didn't speak about it. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. Because I am not a communist. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. Then they came for the socialists. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകാരെ തേടിയെത്തി. വർഗീയവാദികൾ വന്ന വഴി പറയാണ്. I didn't speak about it. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. Because I am not a socialist. ഞാനൊരു സോഷ്യലിസ്റ്റുകാരനായിരുന്നില്ല. ആദ്യം പറഞ്ഞത് അവർ ഇസ്ലാമിനെ തേടിയെത്തി. Firstly they came for the Islamists. I didn't speak about it because I am not an Islamist. ഞാനൊരു മുസ്ലിം ആയിരുന്നില്ല, കവി പറയാണ്. അവസാനം പറയുന്നുണ്ട് they came for me. അവസാനം അവർ എന്നെ തേടി വന്നു. ലോകപ്രസിദ്ധമായ ഒരു കവിതയാണ്. they came for me. അവസാനം അവർ എന്നെ തേടി വന്നു. they didn't speak about it. അവരാരും എന്നെ കുറിച്ച് പറഞ്ഞില്ല, കാരണം അവരാരും ഞാനായിരുന്നില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളിലേക്ക് വരികയില്ല എന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഇത് നമ്മളിലേക്കും വരും, നമ്മുടെ കുടുംബത്തിലേക്കും വരും. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബം കായൽമഠത്തിൽ കുടുംബമാണ്. എൻ്റെ കുടുംബമാകട്ടെ, നിങ്ങളുടെ ആയപ്പള്ളി കുടുംബമാകട്ടെ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ എത്തീസ്റ്റായി കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹുവിനെതിരെ സംസാരിക്കുന്ന ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ മാതാപിതാക്കൾ എത്ര വേദനിക്കുമെന്നറിയോ? ആ കുടുംബം എത്ര വേദനിക്കുമെന്നറിയോ? നമ്മൾ ഒരുപാട് കാലങ്ങളായി വിശ്വസിച്ച പ്രമാണങ്ങളെ മുഴുവൻ കാട്ടിൽ പരത്തിക്കൊണ്ട് ഏതോ ഒന്ന് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയുണ്ടായാൽ മതി ഒരു കുടുംബത്തില്. ആ കുടുംബത്തിന്റെ മുഴുവൻ അവസ്ഥകളും ഇല്ലാതെയാകും. ഇതില്ലാതെയാകണമെങ്കിൽ കുട്ടികൾക്ക് മൂല്യവത്തായ വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണ്. നമ്മൾ ആകെ 5ാം ക്ലാസ് വരെ മദ്രസയും കൊടുത്തില്ലെങ്കിൽ 7ാം ക്ലാസ് വരെ മദ്രസയും കൊടുത്തിട്ട് പിന്നെ ഫുൾ അങ്ങോട്ട് വിടുകയാണ്. എന്നിട്ട് കുട്ടികൾ തോന്നിയ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ബേസിക് നോളജാണ്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ കുട്ടികളെ കൂട്ടിയിട്ട് ഒരു ദീനി സ്പോക്ക് നടത്താറുണ്ടോ? ഒരു സ്പീച്ച് നടത്താറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെല്ലാ ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ എഞ്ചിനീയേഴ്സിനെ വെച്ചുകൊണ്ട്, ഞാൻ പറയാ ഏറ്റവും നന്നായി സയൻസിനെ കുറിച്ചിട്ടും ഖുർആനെ കുറിച്ചിട്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഖുർആനെ കുറിച്ച് ഉലമാക്കൾ പറയുമ്പോൾ സയൻസിനെ കുറിച്ച് IITയിൽ നിന്ന് PhD കഴിഞ്ഞവർ സംസാരിക്കട്ടെ. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കണം. അതാണ് കോൺഫിഡൻസ്. അല്ലാതെ ഏതെങ്കിലും ഒരു BSc സയൻസ് കഴിഞ്ഞ് MSc സയൻസ് കഴിഞ്ഞവരല്ല സംസാരിക്കേണ്ടത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിന്റെ റിസർച്ച് കഴിഞ്ഞ ആളുകൾ ദീനിനെ കുറിച്ച് സംസാരിക്കട്ടെ. ഇഷ്ടം പോലെ മക്കളുണ്ട് ഇപ്പോ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക്, പ്രൊഫഷണലി ജീവിക്കുന്ന മക്കൾക്ക്, ഡോക്ടേഴ്സ് ആകാം, എഞ്ചിനീയർ ആകാം, ആരുമാകട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് അതിമനോഹരമായി
വീണ്ടും ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. 5ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ആ മദ്രസയിലെ കാര്യങ്ങൾ അത് ഏറ്റവും മഹത്തായത്, അതിനെ ഞാൻ വില കുറച്ച് കാണല്ല. അതിനുശേഷം പിന്നെ ദീനീപരമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് കൊടുത്തോ? അപ്പൊ അതിനെന്താ വഴി? ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ സ്പീച്ച് കേൾപ്പിക്കണം. കുട്ടികൾ ഇംഗ്ലീഷ് അറിയുന്നവരല്ലേ? ലോകത്തിൽ ഏറ്റവും മനോഹരമായി സയൻസിനെ കുറിച്ചും ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റത്തെക്കുറിച്ചും പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉണ്ട്. അവരുടെ സ്പീച്ചുകൾ നമ്മൾ കേൾപ്പിക്കാറുണ്ടോ? ഞാൻ കാലത്തോടെ സംവദിക്കുന്നത് എത്തീസ്റ്റുകൾ, നമ്മളിപ്പോ കേരളത്തിലെ 3-4 എത്തീസ്റ്റുകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് എത്തീസ്റ്റുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ പിന്നെ ഇസ്ലാമിലേക്ക് റിവേർഷൻ ചെയ്തിട്ട് അവരുടെ യൂട്യൂബിൽ കിടക്കുന്ന സ്പീച്ചസ് ഉണ്ട്. നമ്മളെ കുട്ടികൾ അത് കേൾക്കാറുണ്ടോ? US-ലെ, UK-ലെ, കാനഡയിലെ, ഓസ്ട്രേലിയയിലെ എത്രയോ എത്തീസ്റ്റുകളായി കാലങ്ങളായി ജീവിച്ചിട്ട് അവസാനം അന്വേഷിച്ചിട്ട് ഖുർആനിലേക്ക് തിരിച്ചു വന്നിട്ട് അവരുടെ സ്പീച്ചുകൾ കിടക്കുന്നുണ്ട്. മലയാളികളുടേത് മാത്രം നമ്മൾ കേൾക്കരുത്. അതിലൊരു തരം വൃത്തമുണ്ടാകാം. അതിനും അപ്പുറത്തേക്ക് ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ നമ്മുടെ കുട്ടികൾ കേൾക്കട്ടെ. നമ്മൾ ഒരിക്കലെങ്കിലും കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു സംവാദത്തിന് പുറപ്പെട്ടിട്ട് അവസാനം ഇസ്ലാമിനെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എസ്റ്റസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അന്ന് അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ട് മറിച്ചിട്ടിട്ട് അവസാനം അദ്ദേഹം പിന്നെ ഖുർആനെ പഠിച്ചിട്ട് എസ്റ്റസിന്റെ പ്രസംഗങ്ങൾ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. നമ്മുടെ കുട്ടികൾ കേൾക്കാറുണ്ടോ? ഇങ്ങനെ കുട്ടികളെ ബൗദ്ധികപരമായി അഥവാ ബുദ്ധിപരമായ വളർച്ചയിലൂടെ കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. ഇതെല്ലാം ഇല്ലാതിരിക്കാനുള്ള ഒരു സാമൂഹ്യാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പേരാണ് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പര സ്നേഹത്തിന്റെ, സമ്പർക്കത്തിന്റെ, പരസ്പരം എഡ്യൂക്കേഷന്റെ, അവർക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ഉയരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന്റെ. ആയപ്പള്ളി കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പതാ കുട്ടികൾക്ക് CBSE എക്സാമിനേഷൻ വരാനിരിക്കുന്നതിന് ഇനി ആകെ ജനുവരി 17-ാം തീയതി തുടങ്ങുകയാണ് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ. അവർക്ക് ആകെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇനി എത്രയുള്ളത്? ഫെബ്രുവരി 17-ന് തുടങ്ങുകയാണ്. 1.5 മാസേ ആകുള്ളൂ കയ്യില്. ആ 1.5 മാസത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എക്സാമിനേഷൻ സമ്പൂർണ്ണമായി നല്ല മാർക്കോട് കൂടി പാസ്സാകേണ്ടത് എന്ന് ഒരുപാട് പഠനങ്ങൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഇതിൽ മീഡിയയിൽ കിടക്കുമ്പോൾ അതിനുള്ള ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കുട്ടികളെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള എക്സാമിനേഷനാണ് ഡിസംബറിൽ ലാസ്റ്റ് വരാൻ പോകുന്നത്. ആ എക്സാമിനേഷൻ എവിടെ നിന്നാണ് എഴുതുക എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മലപ്പുറം മണ്ഡലം പാർട്ടിയെ ഞാൻ പറയുന്നില്ല, എപ്പോഴോ പ്രസംഗിച്ചൊരു പ്രസംഗത്തിൽ കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തേണ്ടെന്നൊരു കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒറ്റ വർഷത്തിൽ 117ഓളം കുട്ടികളാണ് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മാത്രം കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. ഓരോരുത്തരും മെനക്കെടുമ്പോഴേ കുട്ടികൾ അങ്ങോട്ടൊക്കെ എത്തുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളെ സാമ്പത്തികപരമായി സഹായിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം ബുദ്ധിപരമായി സഹായിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഈ ലോകത്തിൽ സമ്പത്തിനേക്കാൾ വലുത് ബുദ്ധിയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടിക്കൊരിക്കലും സിവിൽ സർവീസുകാരനാകാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടിക്ക് എയിംസ് അഥവാ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സീറ്റ് കിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് IIT-യിൽ സീറ്റ് കിട്ടില്ല. കാരണം അതിന് ബുദ്ധിയാ വേണ്ടത്, സമ്പത്തല്ല. സൂര്യനാരായണമൂർത്തി ഇൻഫോസിസിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ലോകം അറിയപ്പെടുന്ന വലിയ കമ്പനിയാണ് ഇൻഫോസിസ്. അതിന്റെ ചെയർമാൻ അമേരിക്കയിൽ പഠിക്കുന്ന തന്റെ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ. തന്റെ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ അന്ന് പത്രക്കാർ ശ്രദ്ധിച്ചു, അത് നാരായണമൂർത്തി എത്തിയിട്ടുണ്ട്. അങ്ങനെ നാരായണമൂർത്തിയോട് ഒരു ഇന്റർവ്യൂ അമേരിക്കയിലെ പത്രക്കാർ. അവർ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ കൊണ്ടുവന്നിട്ട് കുട്ടിയെ ചേർത്തത് എന്നാണ്. അമേരിക്കയിൽ പ്രശസ്തമായ ക്യാമ്പസിലാണ് കുട്ടി പഠിക്കുന്നത്. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരായിട്ട് എന്നതല്ല. അദ്ദേഹം കൊടുത്ത മറുപടി IIT-യിലെ JEE എക്സാം പാസ്സാകാത്തത് കൊണ്ട് എന്നാണ്. കാരണം JEE പാസ്സാകണമെങ്കിൽ സമ്പത്തല്ല വേണ്ടത്, എക്സ്ട്രാ ബ്രെയിൻ. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ എഡ്യൂക്കേഷന്റെ മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെത്തും. അതൊരു ഭാഗം. അതിന് നമ്മൾ ഒരു അന്തരീക്ഷമാണ് വീട്ടിൽ ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തത്, ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കറിയാം, നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും. അതെന്താ? കുട്ടികൾ ഇങ്ങനെ കേടുപാടിലേക്ക് പോകാൻ സാധ്യതയുള്ള ചില മേഖലകൾ. അതിലൊന്ന് ഗെയിമിംഗ് ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്നൊരു എത്തിനോട്ടം പോലും നമ്മൾ നോക്കുന്നില്ല. സംസ്കാരം നഷ്ടപ്പെടുന്ന ഗെയിമുകളുണ്ട്.
കുട്ടികളുടെ ബിഹേവിയർ അഥവാ പെരുമാറ്റങ്ങൾ മാറുന്ന ഗെയിമുകളുണ്ട്. സൈലന്റായ കുട്ടി വയലന്റ് ആകുന്ന ഗെയിമുകളുണ്ട്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഗെയിമുകളുണ്ട്. ഇതേപോലെ തന്നെ ചിലപ്പോൾ ഗെയിം അവസാനിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി കൊല്ലാൻ തോന്നുന്ന ഗെയിമുകളുണ്ട്. മാതാപിതാക്കളോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന ഗെയിമുകളുണ്ട്. മാതാപിതാക്കൾ ഇങ്ങനെ ഫോൺ വാങ്ങി വെച്ചാൽ മാതാവിനെ തല്ലാൻ കെൽപ്പുള്ള ഗെയിമുകളുണ്ട്. അങ്ങനെയാണല്ലോ ഒരു കുട്ടി ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിയാറായപ്പോഴേക്കും മൊബൈൽ ഓഫായി. ഉമ്മയുടെ മൊബൈൽ കണ്ടിന്യൂഷന് വേണ്ടി ചോദിച്ചപ്പോൾ ഉമ്മ കൊടുത്തില്ല. അന്നാണ് ആ കുട്ടി ചെയ്തതെന്ത്? കഠാര കൊണ്ട് ഉമ്മയുടെ നെഞ്ചത്ത് കുത്തിയിട്ട് കൊലപ്പെടുത്തിയത്. ഈ അടുത്തിടെ കേരളത്തിന് അതും ഒരു ഗെയിമാണ്, ഗെയിം അഡിക്ഷനാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അതെങ്ങനെ സാറേ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഏത് ഗെയിമാണെന്ന്? ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് മാതാക്കള്. പിന്നെ ലിങ്ക് ഉണ്ട് എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ മൊബൈലിലേക്ക് ചെറിയ മക്കളുടെ മൊബൈൽ കളിക്കുന്നതെല്ലാം ലിങ്ക് ഇടാൻ പറ്റുന്നതാണ്. അതിന്റെ ഓപ്ഷൻ നിങ്ങൾ ഓണാക്കി വെക്കണം. അവൻ എന്ത് നോക്കിയാലും നമുക്കതിന്റെ ലിങ്കുകൾ കിട്ടും. കുട്ടികൾ എവിടെയാണ് വഴിതെറ്റി പോകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഒരിക്കലും മോശമാകാതിരിക്കാൻ ഞാൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാണ്, കുറെ മുമ്പാണ്, അധികം മുമ്പല്ല എന്നാലും. അപ്പൊ ആ കുട്ടി ഉമ്മ പറഞ്ഞു എന്നോട്, കുട്ടി നല്ല കുട്ടിയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല സാർ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ ആൾക്കാരോരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. അതല്ല ഉമ്മാര് പിന്നെ മക്കളെ പറ്റി പറയാം. ആൾക്കാരോരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താക്കി, ആ കുട്ടിയോട് ഒറ്റയ്ക്ക് ചോദിച്ചു, മോനെ പറ, നിന്റെ ഭാവം കണ്ടിട്ട്, നിന്റെ കണ്ണിന്റെ കളർ കണ്ടിട്ട്, നിന്റെ ഈ പ്രകൃതം കണ്ടിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നീ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എവിടെന്നാ നിനക്കത് കിട്ടുന്നത് എന്ന ചോദ്യത്തിന് ഇൻസ്റ്റഗ്രാമിലൂടെ എന്നാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഓർഡർ ചെയ്യുന്നു, എന്നിട്ട് എന്താക്കുന്നു, എത്തുന്നു, പീടികയുടെ അരികിലെത്തിയിട്ട് ആ പൊത്തിൽ അത് വെക്കുന്നു, എന്നിട്ട് ഗൂഗിൾ മാപ്പ് കുട്ടിക്കിടുന്നു. കുട്ടി പേയ്മെന്റ് കൊടുത്താൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആരും അറിയാതെ പൊത്തിൽ നിന്ന് എടുത്തിട്ട് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഉമ്മ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഉമ്മയുടെ പിന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയത് പോലും ഉമ്മ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിക്കരുത്. ആയപ്പള്ളി കുടുംബത്തിൽ ഒരു കുട്ടിയും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മൾ എന്ത് വിചാരിക്കുന്നു? നമ്മൾ വിചാരിക്കുന്നത് കൂട്ടുകെട്ടിപ്പോയിട്ട്, ഞാൻ പറയാം ഫ്രണ്ട്സായിട്ട് അത്യാവശ്യം നടന്ന കുട്ടികളെല്ലാം കൂടുതൽ വഷളാവുക. നമുക്കൊരു ധാരണയുണ്ട് അങ്ങനെ കൂട്ടുകെട്ടിലൂടെ വഷളാകുന്നു. നെഗറ്റീവ് ഫോമിലേക്ക് പോയാൽ അതൊക്കെ വഷളാവും. പക്ഷെ അതിനേക്കാൾ വഷളാകൽ ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിയാണ്. ഒറ്റക്ക് അവന്റെ പ്രകൃതം മാറിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ട്സ് ഉണ്ടാകണം, നമുക്ക് നല്ല കൂട്ടുകാരെ ഉണ്ടാക്കണം നമ്മുടെ കുട്ടികൾക്ക്. ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടികളൊക്കെ മോശമെന്നല്ല കേട്ടോ, ഇതൊന്നും ജനറലൈസ് ചെയ്ത് നിങ്ങൾ കരുതരുത്. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോ ചിന്തകൾ വന്നിട്ട് ആ ഒരു ലോകത്തേക്കും എല്ലാം അവൻ വാതായനം തുറക്കും. പാവം ഉമ്മ അറിയാതെ അവന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും, അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പിന്നൊരു ദിവസം തള്ളേ എന്നുള്ള വിളി കേൾക്കുമ്പോഴാണ് അറിയുക എൻ്റെ മോൻ മാറിയിട്ടുണ്ട് എന്ന്. പോ തള്ളേ എന്ന് പറയുമ്പോഴാണ് തൻ്റെ മകൻ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ഇവിടെയുള്ള രക്ഷിതാക്കളോട് ഞാൻ അധികം നെഗറ്റീവ് പറയല്ല, കാലഘട്ടത്തെ പറയുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഗെയിം കൊടുത്തോളൂ. ഗെയിം കൊടുക്കണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം, പോസിറ്റീവായിട്ടുള്ള ഗെയിം കൊടുത്തോളൂ. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ള ഗെയിമുണ്ട്, സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഗെയിമുകളുണ്ട്, സോഷ്യൽ റാപ്പോ സമൂഹത്തോട് നല്ല ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഗെയിമുകളുണ്ട്, കൺസ്ട്രക്റ്റീവ് ഗെയിംസ്. വീടും മറ്റുള്ളതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ മാറ്റിയിട്ട് അവിടെ വേറെ ബിൽഡിങ്ങുകൾ കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടല്ലോ. റീകൺസ്ട്രക്ഷൻ ഓഫ് ദുബായ്, റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ദുബായ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഗെയിമുണ്ട്. ബുർജ് ഖലീഫ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ കടൽപ്പുറം കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ടൊക്കെ അലൈൻമെന്റ് ചെയ്യുന്ന ഗെയിമുകളുണ്ട്. ഇതൊക്കെ കൺസ്ട്രക്റ്റീവ് ഗെയിമുകളാണ്. ആ ഗെയിമുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ബുദ്ധി ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവ് ഗെയിമുകളാകാം. മൊബൈലൊന്നും പെട്ടെന്ന് വാങ്ങിക്കേണ്ട സാധനമൊന്നുമല്ല. അതും ഞാൻ പറയാണ്, നിങ്ങൾ വിചാരിച്ചെന്ന് മൊബൈലേ കൊടുക്കേണ്ടതാണ്, അത് തെറ്റ്. കാരണം ഇത് ജെൻ സി കഴിഞ്ഞിട്ട് ജെൻ ആൽഫയിലേക്ക് കടന്നൊരു കാലഘട്ടമാണ്. ജെൻ ആൽഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ടെക്നോളജിയിൽ ജനിച്ച് ടെക്നോളജി പിടിച്ചുകൊണ്ട് വളർന്ന കുട്ടി എന്നാണ്. 1 വയസ്സായ കുട്ടിക്ക് ഇപ്പോൾ ടെക്നോളജി പരിചയമാണ് അല്ലേ? ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കാണ്ടിരിക്കുമ്പോൾ അവൻ മലന്നാണ്ട് വീഴല്. അത്ര ചെറുപ്പത്തിലെ മൊബൈൽ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ടെക്നോളജി. പക്ഷേ ആ ടെക്നോളജി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ,
അത് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ആ കുട്ടി ഉയർന്നു പോകട്ടെ. മൊബൈൽ ഉണ്ടായിക്കൊണ്ട് തന്നെ ഉയർന്നു പോകട്ടെ. ഭാവിയിലൊന്നും ഇനി നോട്ട് ബുക്ക് ഒന്നും ഉണ്ടാവില്ല. നോട്ട്ബുക്ക് എന്ന പേരിൽ ഇറങ്ങുന്നതൊക്കെ ടാബ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ആയി പലയിടത്തും. മൊബൈലിലായിരിക്കും ഇനി എഴുത്തൊക്കെ വരുന്നത്. ക്ലാസ് റൂമിൽ നിന്ന് പുസ്തകമൊക്കെ പോയിട്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ക്ലാസ് റൂം മാറാൻ പോവാണ്. അപ്പൊ കുട്ടിയിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ട് എന്താ കാര്യം? കാരണം അവരുടെ ലോകമാണ് മൊബൈൽ. അത് കണ്ണിന്റെ കാര്യം, മറ്റതൊക്കെ എത്ര സ്ക്രീൻ ടൈം വേണമെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. പകരം നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ സ്ക്രോൾ ചെയ്ത് കാണുന്നത് ഏതാണെന്ന് നോക്കണം. അൽഗോരിതം എന്ന് പറയുന്നത് ഇവിടെ ആണുങ്ങൾക്കൊക്കെ അറിയാം, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ അറിയും. സ്ത്രീകൾക്ക് അറിയാത്തൊരു കാര്യം പറയും. അൽഗോരിതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ മൊബൈൽ. നിങ്ങളിപ്പോ അപായ എവിടുന്ന് കിട്ടുന്ന ഒരു 4 വട്ടം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കംപ്ലീറ്റ് അപായമായിരിക്കും. അതാണ് അൽഗോരിതം. മോശപ്പെട്ട എന്തെങ്കിലും നമ്മൾ കണ്ടതെങ്കിൽ പിന്നെ വരുന്നതൊക്കെ അതായിരിക്കും. എത്തീസത്തെ കുറിച്ചിട്ട് 2 ഇതാണ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ എത്തീസ്റ്റുകളുടെ സ്പീച്ചായിരിക്കും, നിരീശ്വരവാദികളുടെ സ്പീച്ചുകൾ. അപ്പൊ കുട്ടി വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ആരാണ്? ഇപ്പൊ മമ്മൂട്ടിയെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ എന്നും മമ്മൂട്ടിയുടെ ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക ടോട്ടലി ഇപ്പൊ മമ്മൂട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോഹൻലാലേ ഉള്ളൂ എന്നുള്ളതാണ്. അതല്ല, അത് അൽഗോരിതമാണ്. നമ്മൾ നോക്കിയതിന്റെ ആവർത്തി വന്നുകൊണ്ടേയിരിക്കും. ഈ ആവർത്തി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അറിയാതെ അഡിക്ഷനിലേക്ക് പോയി പോകും. അത് കാണുന്ന അഡിക്ഷനിലേക്ക്, ആ അഡിക്ഷൻ പിന്നീട് അവന്റെ പ്രകൃതത്തെ മാറ്റും. ബിഹേവിയറൽ തെറാപ്പി മാറ്റിയിട്ട് ബിഹേവിയർ തെറാപ്പിയിലൂടെ അവന്റെ ബിഹേവിയർ തന്നെ ഇങ്ങോട്ട് മാറ്റിയെടുക്കണം നമ്മൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നോക്കൽ നമ്മുടെ കുടുംബത്തിന്റെ അനിവാര്യതയാണ്. മറ്റൊന്ന്, നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ കുടുംബത്തിൽ കൂടി, കുടുംബ സംഗമത്തിൽ കൂടിയൊക്കെ ശരിയാ. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ജ്യേഷ്ഠാനുജത്തിമാര് തമ്മിൽ അതും കൂടാറുണ്ടാകാൻ, അഞ്ചത്തിൻ ചേട്ടത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമായിരിക്കും. പക്ഷേ ഇളച്ചി മൂത്തച്ചികൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അവരധികം കൂടൂല. ആയപ്പള്ളിയിലല്ല കേട്ടോ, ഇവിടെ ആ ഒറ്റ വാതിലേറ്റുള്ളൂ, എനിക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇളച്ചി മുത്തച്ചികൾ അധികം കൂടൂല. അവർ തമ്മിൽ ഭയങ്കര മത്സരത്തിലാണ്. എന്താ മത്സരം? എന്റെ പുയ്യാപ്പിള ഭയങ്കര സംഭവമാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ചായ എടുത്ത് കൊടുക്കണ പരിപാടിയായിരിക്കും. എന്നിട്ട് പറയലെന്താ അവിടെ പോലീസാന്നറിയും. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളല്ലോ ഞാൻ പറഞ്ഞത്, പറഞ്ഞ് വെറുതെ ഇങ്ങനെ പുതിയാപ്പിളിനെ പൊക്കുക, അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താക്കുക, ഭയങ്കര സംഭവമാക്കുക. നല്ലതാണ്. പുയ്യാപ്പിളയെ നിങ്ങൾ ചക്രവർത്തിയെ പോലെ ആക്കിക്കോളൂ. എന്നിട്ട് ആ ചക്രവർത്തിയുടെ റാണിയായി നിങ്ങൾ ജീവിച്ചോളൂ. അല്ലാതെ പുതിയാപ്പിളിനെ അടിച്ചമർത്തി അടിമയാക്കരുത്. നല്ലത് രാജാവിന്റെ രാജ്ഞിയായി ജീവിക്കലാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുണ്ട് ഇതൊക്കെ, പക്ഷെ കുറച്ച് കുറവായിരുന്നു. കാരണം അന്നുള്ളൊരു കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അവരെ. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഗൾഫിന്റെ പളപളപ്പിൽ ഇങ്ങനെ കൂടി വന്നപ്പോ, കുടുംബ സംഗമത്തിൽ കൂടുമ്പോൾ പോലും നമുക്ക് ഭയങ്കരമായൊരു വെയിറ്റേജാണ്. കല്യാണത്തിനൊക്കെ കൂടുമ്പോൾ ഒരു മഞ്ഞ ചുരിദാർ ആ കല്യാണത്തിനെടുത്താൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ആ കല്യാണത്തിന് അത് കണ്ടു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആയപ്പള്ളി കുടുംബത്തിലെ അംഗങ്ങളെ, എന്നും ഒരേ ഡ്രസ്സ് ഇടുമ്പോഴാണ് സത്യത്തിൽ അതിനൊരു വെയിറ്റ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാറി ഇടുമ്പോൾ ഇയാൾക്ക് എത്ര, ഇപ്പം എനിക്ക് എത്ര കുപ്പായുണ്ട്, എത്ര പാൻ്റ് എന്ന് ഒരാൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ എന്നത്തെയും വേഷം ചെയ്താണ്. ഞാൻ നമ്മളെ പറ്റി പറയല്ല. അതുകൊണ്ട് ഒരു വേഷം തന്നെ ഇപ്പം ഇദ്ദേഹം ഇട്ടിട്ടുള്ളത് സഫാരി സൂട്ടാണ്. അത് എത്ര മൂപ്പർക്ക് ഉണ്ടെന്ന് അത്ര പറയാനൊന്നും പറ്റില്ല. ഞാൻ കുപ്പായതൊന്നും മാറ്റണ്ടെന്നല്ല. ഇതിപ്പോൾ അവിടുന്നൊക്കെ വിട്ടിട്ട് ഒരു കല്യാണത്തിന് 5 ഡ്രസ്സ്, ഒരു കല്യാണത്തിന് 5 ഡ്രസ്സ്, എന്നിട്ട് മാറി ക്യാമറ അങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഫോട്ടോ ഒക്കെ എവിടെ കൊണ്ടിട്ടേ ഒതുക്കണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നാളെ എൻ്റെ കുടുംബത്തിലൊരു കല്യാണം നടന്നപ്പോൾ എത്ര ഫോട്ടോ ആയി എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞത് 6000 ആയി എന്നുള്ളതാണ്. 6000 ഫോട്ടോ ഒക്കെയാണ് ഒരു കല്യാണത്തിന് എടുക്കുന്നത്. അവിടുന്നൊക്കെ ഇവിടുന്ന് കല്യാണങ്ങളുണ്ട്. എന്നിട്ട് ഈ 6000 ഫോട്ടോ ഒക്കെ നമ്മൾ എന്ത് കാണാൻ? ആവർത്തിച്ച് ഈ എടുക്കണവരാണെങ്കിൽ ഇപ്പൊ ക്യാമറ ഫിലിം ഇല്ലാത്തത് കൊണ്ട് 1000 വട്ടം എടുത്താലും കുഴപ്പമില്ല. ഇതിങ്ങനെ എടുത്തെടുത്തത് വേണ്ടെന്നല്ല, ഒരു മോനുമെന്റിന് വേണ്ടി ഇതൊക്കെ ആയിക്കോട്ടെ. ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ക്യാമറക്കാരെ കുറിച്ച് പറയല്ല. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഞാനൊരു പരിപാടി പങ്കെടുത്തു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ദുബായിലാണ്. അതിൽ മുഖ്യമന്ത്രിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, അങ്ങനെ 10-200 ആൾക്കാരുടെ ഒരു പരിപാടി. അത് ഹയാത്തിൽ, ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ട് യൂസുഫ് അലിക്കണ്ട് അത് മുതൽ എല്ലാവരും ഉണ്ട്. എന്നെന്തിനാ വിളിച്ചത് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ പോയി കൊടുത്തതാണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 200 പേരേ ഉള്ളൂ. ആ 200 പേരുടെ ക്യാമറ എടുക്കാൻ വേണ്ടി വന്നത് സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ ക്യാമറക്കാരായ വേണുവിന്റെ ടീമാണ്. സിനിമാ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ക്യാമറ എടുക്കുന്ന വേണുവിന്റെ ടീമാണ്. ഞാൻ സിനിമയെ കുറിച്ച് പറയല്ല. അവര് വന്നിട്ട് ഒരിക്കൽ പോലും ഇവരെ നിർത്തിയില്ല. മമ്മൂട്ടിനെയും പിന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ നിർത്തിക്കാണ്ടെന്ന് ചിരിക്കുന്നൊന്നും പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഒറ്റൊന്നു പോലും എടുത്തില്ല. ആ മൊത്തത്തിലുള്ള ഇവന്റിനെ പകർത്തി അവരങ്ങോട്ട് പോയി. ക്യാമറക്കാരൻ ചെരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്, അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മമ്മൂട്ടിയും കൂടി സംസാരിക്കുന്നെടുക്കുന്നുണ്ട്, അവർ സ്വകാര്യം പറയാൻ എടുക്കുന്നുണ്ട്, ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ആരെയും നിർത്തിയില്ല. ദാറ്റ് ഈസ് പ്രൊഫഷണൽ ക്യാമറ. അതാണ് ശരിക്കും ലൈവ് ക്യാമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കല്യാണത്തിന് പോയ എങ്ങനെ നോക്കിയാൽ പിന്നെ ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ചിരി എന്ന് പറഞ്ഞാൽ ഉള്ളുന്ന് വരേണ്ട ഒരു സാധനമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കണം. എല്ലാ ഫോട്ടോ എടുത്ത് നോക്കി ഒരു ഭാഗത്തേക്ക് കൂടിയിട്ടുണ്ടാവും. കാരണം അത് ഒറിജിനൽ ചിരിയല്ല. അപ്പൊ ഞാൻ ഇതിനൊന്നും മോശമാക്കി കാണല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ആ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് 5 ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ കുടുംബത്തിൽ 25 പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 25x5 എത്ര ഡ്രസ്സായി? ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഇയാളെ നമ്മൾ ടെക്സ്റ്റൈൽസും ശരിയാക്കുന്ന തോന്നുന്നു വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ആ പാവം ടെക്സ്റ്റൈൽസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഫ ആർക്ക് ഇട്ട് കൊടുത്തതെന്നറിയോ? നിങ്ങൾ അതിലൊരു പെണ്ണും പോയി ഇരിക്കലില്ല. വല്ലാണ്ടേ പെണ്ണുങ്ങളും കുട്ടികളും കൂടിയാണ്ട് കയറി ആ തളർന്നിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് ആ സോഫയിൽ. എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് ചായ കൊടുക്കും, ഹോർലിക്സ് കൊടുക്കും, ഒക്കെ കൊടുക്കും. കാരണം അറിയാം ഇവർക്ക് പൈസ തരേണ്ട ആൾ ഇയാളാണ്, വേർക്കണ് ഇപ്പൊ മൂപ്പർക്കാണ്. ഇത് കഴിഞ്ഞ് വരുന്നത് വരെ നമുക്കറിയാൻ പറ്റൂല എത്രയാണ് പടച്ചോനെ ഈ സംഖ്യ എന്നുള്ളത്. അവസാനം നമ്മൾ 25,000 അല്ലെങ്കിൽ 50,000 പ്രതീക്ഷിച്ച് കാണാൻ എല്ലാം കൂടി പെറുക്കി കൊടുത്തു വന്നിട്ട് 3 ലക്ഷം 4 ലക്ഷം എന്നുള്ള ബില്ലേറ്റ് വരുന്നത്. ഇങ്ങനെ ആയി നമ്മുടെ കല്യാണങ്ങൾ എന്തായി? ഞാൻ ഉള്ളവരെ കുറിച്ചല്ല പറയുന്നത്, ഉള്ളവരെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞോട്ടെ. ഇല്ലാത്ത ആൾക്കാർ വരെ ഭയങ്കരമായ പ്രസരിപ്പ് കാണിച്ചിട്ട് അവസാനം കടത്തിലേക്ക് അപ്പതിക്കാൻ. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാന് തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ഫിനാൻഷ്യൽ പ്ലാൻ ഏറ്റവും സ്ട്രോങ് ആക്കണം. കടങ്ങൾ വരാം, ബിസിനസ് തകരാം, അതൊക്കെ വേറെ ഭാഗങ്ങളാണ്. പക്ഷേ നമ്മളെ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബം കുത്തുപാളയെടുക്കരുത്. നമ്മളെ ഭർത്താവിന് ഒരു പക്ഷേ നല്ല ജോലി ഉണ്ടാകാം വിദേശത്ത്. ആ ജോലിയുള്ള ഭർത്താവ് മാസത്തിൽ അയക്കുന്ന 50,000 രൂപ കണ്ടിട്ട് തിളക്കല്ലേ. UAE-യിലാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ UAE കുറ്റപ്പെടുത്തല്ല. അവിടെ ഇപ്പൊ ബാഹുല്യമാണ്, ജനബാഹുല്യം. ഇഷ്ടം പോലെ ആളുകളെ കിട്ടാണ്ട് ജോലിക്ക് സാലറി കുറഞ്ഞിട്ടും ആളെ കിട്ടാനുണ്ട്. അതുകൊണ്ട് നല്ല നല്ല ജോലിക്കാരൊക്കെ തെറിച്ചുകൊണ്ടിരിക്കാം മിഡിൽ ഈസ്റ്റിൽ നിന്ന്. ആ സമയത്തായിരിക്കും നമ്മുടെ ഭർത്താവും ചിലപ്പോൾ തെറിച്ച് വീട്ടിലേക്ക് വരിക. 5 നയാ പൈസ ഇല്ലാതെ നമ്മൾ അസ്തമിക്കേണ്ടി വരും. നേരെ മറിച്ച് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിലോ നമ്മളെ ഭർത്താവ് ആദ്യം അയച്ചിരുന്ന 50,000 രൂപയിൽ നിന്ന് 10,000 15,000 മാറ്റം നിർത്തി ഒരു കുറിയിലോ മറ്റോ ചേർന്ന് പലിശയിലെല്ലാം പറഞ്ഞത്. അങ്ങനെ അതൊരു 5 ലക്ഷം രൂപയാക്കി ഒരു പറമ്പ് എവിടെയെങ്കിലും മേടിച്ചിട്ടിട്ട് അത് പിന്നീട് അയാൾ വരുമ്പോൾ വിൽക്കുമ്പോൾ 10 ലക്ഷം രൂപയായാൽ ചുരുങ്ങിയത് അങ്ങനെ ഒരു 4-5 വട്ടം നടന്നാൽ 20 വർഷം കഴിഞ്ഞ് അയാൾ വരുമ്പോഴേക്ക് അയാൾക്ക് 1 കോടി. നിങ്ങളൊരു സമർത്ഥയായ പെണ്ണാണെങ്കിൽ അതിന് സാധിക്കും. അതിന് ഞാൻ കോട്ടയത്തുകാരെ വണങ്ങുകയാണ്. കോട്ടയത്ത് നമ്മുടെ ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണ് അവിടെ അതിമനോഹരമായി ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത്. ഞാൻ അവരെ മാത്രം പൊക്കി പറയല്ല. നമ്മുടെ മലബാറിൽ നിന്നോ ഗൾഫിലുള്ള ആൾക്കാർക്ക് വരാൻ പേടിയാണ്. കാരണം പെണ്ണുങ്ങൾ വന്നിട്ട് ഇവിടെ എന്ത് കാട്ടാനാന്ന് പറഞ്ഞിട്ട് വരാനും സമ്മതിക്കൂല. ചുരുക്കി പറഞ്ഞാൽ മക്കൾക്ക് ആവശ്യം എന്താ? ഞാൻ എല്ലാ മക്കളെയും മോശാക്കല്ല. വാപ്പാങ്ങൾ വരുമോ, എന്നാ വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ 28-ാം തീയതി വരുന്നുണ്ടോ, ഡിസംബർ 28-ന് എന്ന് വാപ്പ പറയും. അപ്പൊ നിങ്ങൾ വരുമ്പോഴേ ഐഫോണിന്റെ ഇന്നത് കൊണ്ടുവരണം കേട്ടോ, 15 Pro അല്ലെങ്കിൽ 16 Pro 17 Pro എന്നൊക്കെ പറയും. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ എന്നറിയും. വാപ്പാര് സങ്കടം കൊണ്ട് ഇല്ലായ്മ പറയൂല. അങ്ങനെ നോക്കട്ടെ എന്നൊക്കെ പറയും. 28-ാം തീയതി വിളിച്ചിട്ട് പറയാണ്, മോനെ എനിക്ക് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ജനുവരി കഴിയും ഞാൻ വരാനെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ നിരാശ എന്താണെന്നറിയോ? വാപ്പയെ കാണാത്ത സങ്കടമൊന്നുമല്ല, തൻ്റെ മൊബൈലെത്താത്ത സങ്കടമാണ്. ഗൾഫിൽ നിന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാവം കടന്നു വരുമ്പോ വാപ്പയുടെ പെട്ടി തുറക്കാനുള്ള വ്യഗ്രത കൊടുക്കാനുള്ളതല്ല, പകരം പെട്ടിയിൽ തൻ്റെ ഐഫോൺ ഉണ്ടോ എന്നതാണ്. മെറ്റീരിയലിസ്റ്റിക് വേൾഡിലൂടെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പയേക്കാൾ പ്രിയം അവന് മൊബൈലാണ്, വാപ്പയേക്കാൾ പ്രിയം അവന്റെ മെറ്റീരിയൽസ് ആണ്. ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടം ഇഷ്ടമാണ്. വാപ്പയേക്കാൾ ഇഷ്ടപ്പെടരുതൊരിക്കലും. വാപ്പയാണ് ഏറ്റവും പ്രധാനം. എത്രയോ വീഡിയോകൾ നമ്മൾ കാണുന്നതാണ്, എത്രയോ വീഡിയോകൾ. ഈ അടുത്തിടെ മനോഹരമായ ഒരു ക്രിയേഷൻ ആണെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ പലതും ഇങ്ങനെ വാപ്പ വെച്ചു കൊടുക്കാൻ, കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട്, എന്നിട്ട് ഓരോ ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഏതാ സെലക്ട് ചെയ്യാന്നാ നോക്കണത്. കുട്ടീനെ പരീക്ഷിച്ചതാണ്.
ആ കുട്ടി, ചെറിയ കുട്ടി, അതൊക്കെ ഉണ്ട് തട്ടിയിട്ട് വാപ്പന്റെ മടിയിൽ വന്നിരിക്കുകയാണ്. ദാറ്റ്സ് നേച്ചർ, ദാറ്റ്സ് നേച്ചർ. അതാണ് നമ്മുടെ സംസ്കാരം. കളിപ്പാട്ടങ്ങൾ എൻ്റെ ലോകം, എൻ്റെ ലോകം എൻ്റെ പിതാവാണ്, എൻ്റെ മാതാവാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മളെ മക്കളുടെ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക്. ഇതിന്റെ അർത്ഥം കളിപ്പാട്ടം വേണ്ട, അമ്മയെയും അതിശക്തമായി സ്നേഹിക്കാൻ പറ്റും കഴിഞ്ഞാൽ പിന്നെ അമ്മാരോടും ബാപ്പാരോടും വലിയ ബന്ധമൊന്നുമില്ല, അവന് ഫ്രണ്ട്സിനോടാ വലിയ ബന്ധം. കാരണം എന്താ, പ്രീ ഗ്യാങ് സ്റ്റേജ് കഴിഞ്ഞ് ഗ്യാങ് സ്റ്റേജിലേക്ക് പോയി അവരുടെ നല്ല രസകരമായ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ആ സൗഹൃത്തുക്കളെ കൂടെ നടക്കുന്ന രസം പെണ്ണിനെ കൊടുത്തൊരു അഭിമാനമാണ്. അവൾ ആരും കൂലിവേലക്കാരാക്കരുത് എന്നത്, അവരാരും അടിമയാക്കരുത് എന്നത്. ഏത് കാലത്ത് അതൊക്കെ വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു കാലത്ത്. ഗർഭിണിയായ ഒരു പെണ്ണ് പോകുമ്പോ വഴിയോരത്തിരുന്നിട്ട് ആണുങ്ങൾ പറയും, അതെടാ ആണെന്ന് തോന്നുന്നത് ആ കുട്ടിയെന്ന്. ഡാർക്ക് ഏജിനെ കുറിച്ച് നിങ്ങൾ വായിക്കൂ, ഇരുണ്ട യുഗത്തെ കുറിച്ച്. എന്നിട്ട് പാവം ഗർഭിണിയുടെ വയറ്റിൽ കിടന്ന ആണാണോ പെണ്ണാണോ എന്ന് തർക്കിച്ചിട്ട് വാള് കൊണ്ട് വയറ് കീറിയിരുന്ന കാലത്ത്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പ്രദർശിപ്പിച്ചിരുന്ന കാലത്ത്, കുട്ടികൾ ജന്മമെടുത്താൽ അവിടെ പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് കാരണമായി പോയി പറഞ്ഞിട്ട് ആ പാവം പാതി സ്വത്ത് കൊടുക്കണമെന്ന് തന്റെ പ്രസംഗത്തിന്റെ അവസാനത്തെ സംസാരം, തന്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് സ്പീച്ചിലെ ലാസ്റ്റ് ഘട്ടം, നിങ്ങൾ പെണ്ണുങ്ങളെ നന്നായി നോക്കണേ എന്നത്. ഇങ്ങനെ എല്ലാ ഭാഗത്തും നിങ്ങളെ ഉയർത്തി മാറ്റി. ഏത് കൊല്ലം മുമ്പ്? 1500ഓളം കൊല്ലമായി. ഞാൻ ഈ പറയുന്ന 1400-ലേറെ കൊല്ലമായി ഞാനൊരു നിക്കാഹ് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരുന്നത്. ഖബിൽതു നിക്കാഹ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ഏറ്റെടുത്തു എന്നാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതില്ല. ഒരു ഉദാഹരണം, നിങ്ങളുടെ വാപ്പ നിങ്ങളെ രണ്ടാളും കൂടി ഉംറക്ക് പോയിക്കോളി, ആങ്ങളെയും പെങ്ങളും കൂടി. എന്നിട്ട് ആങ്ങളന്റെ അടുത്ത് 2 ലക്ഷം ഉറുപ്പിക എടുത്ത്, പെങ്ങളെടുത്ത് എന്തു കൊടുത്ത്? 1 ലക്ഷം കൊടുത്ത്. എന്നിട്ട് ആങ്ങളിനോട് പറയാണ്, പോണ ടിക്കറ്റ് നീ റൂം നീ എടുക്കണം, ഉംറന്റെ മുഴുവൻ ചെലവ് നീ എടുക്കണം, മോളെ നിനക്കത് 1 ലക്ഷം ഉറുപ്പിക, ഇതിന്നൊരു നയാ പൈസ ചെലവാക്കരുതെന്ന്. ഏതെങ്കിലും എടുക്കുക? എന്താ പറയാത്തത്? മറ്റതൊക്കെ ചെലവായി പോണ പൈസയാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കല്ല. മക്കളെ 10 മാസം ഗർഭം ചുമന്നു എന്നാണ് നമ്മൾ പറയാ. മക്കളെ 10 മാസം, അത് നല്ലതാണ്. അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വഹ്നുൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് പെണ്ണുങ്ങൾ അഥവാ അവരുടെ കുഞ്ഞുങ്ങളെ ചുമന്നത് എന്ന്. എല്ലാ ആദരവും നൽകുന്നു നിങ്ങൾക്ക്. പക്ഷെ ഒരു ആണ് ചുമക്കുന്നത് എത്രയെന്നറിയോ നിങ്ങൾക്ക്? ആ പാവം കുട്ടിയുടെ അതിന്റെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഈ മനുഷ്യന്റെ മരണം വരെ ആ മക്കളെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആണിന്റെയും അവസ്ഥ ഇതാണ്. പെണ്ണ് ചുമക്കുന്നത് 10 മാസമാണെങ്കിൽ ഞാൻ അതിനെ വില കുറക്കല്ല, അത് ഏറ്റവും വലിയ ചുമക്കൽ തന്നെയാണ്. ഒരു പിതാവ് ചുമക്കുന്നത് എത്രയോ വർഷങ്ങളാണ്, എത്രയോ വർഷങ്ങളാണ്. അതാരും കാണുന്നില്ല. ഇന്ന് കേരളക്കരയിൽ നിങ്ങൾ എടുത്തു നോക്കുക, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്ന് മരിക്കുന്നതും ഇതേപോലെ തന്നെ സ്ട്രോക്ക് വന്ന് മരിക്കുന്നതും ആണുങ്ങളാണ്. എന്താ കാരണം? എന്താ കാരണം എന്നറിയോ? നെഞ്ചിൽ നെരിപ്പോട് പോലെ സങ്കടങ്ങൾ കൊണ്ട് നടന്നിട്ട് അവസാനം അറ്റാക്കായിട്ട് പരിണമിക്കുകയാണ്. ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അറ്റാക്കിൽ മരിക്കുന്നത്, പെണ്ണുങ്ങളല്ല. ഞാൻ പെണ്ണുങ്ങളെ മോശാക്കല്ല, നിങ്ങൾക്കെല്ലാ അഭിവാദ്യങ്ങളും പറഞ്ഞോടെ. നിങ്ങൾ മിംസിൽ പോയിട്ട് കണക്കെടുപ്പ് നോക്ക്, മെഡിക്കൽ കോളേജിൽ പോയിട്ട് കണക്കെടുപ്പ് നോക്ക്. ഏറ്റവും കൂടുതൽ ICUവിൽ വെച്ചിട്ടും അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ കെയർ യൂണിറ്റിൽ വെച്ചിട്ടും ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആണുങ്ങളാണ്. എന്താ കാരണം എന്നറിയോ? സങ്കടങ്ങൾ മുഴുവൻ നെഞ്ചിൽ കൊണ്ട് നടന്നതുകൊണ്ട്. പെട്ടെന്ന് അറ്റാക്ക് വരുന്നു, ഇങ്ങോട്ട് നടക്കുന്നത് അറ്റാക്ക്, ഇങ്ങോട്ട് നടക്കുന്നത് സ്ട്രോക്കുമാണ്. ഇതിലേറ്റവും കൂടുതൽ അംഗങ്ങൾ ആണുങ്ങളാണ്. പെണ്ണുങ്ങൾ ആരോടെങ്കിലും കരഞ്ഞിട്ടെങ്കിലും പറയും, സങ്കടം കൂട്ടുകാരിയോടെങ്കിലും പറയും. ആണുങ്ങൾ ഒതുക്കി ഒതുക്കി കൊണ്ട് നടന്ന അവസാനം ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെ അവന്റെ ജീവിതം തന്നെ പൊട്ടിത്തെറിക്കും. ഇതാണ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മെ സംബന്ധിച്ച് ആ ആണിന്റെ തലയിൽ എല്ലാം വെച്ചു കൊടുത്തു ഇസ്ലാം. പടച്ചോൻ പറഞ്ഞു, നീ പെണ്ണിനെ ഇടങ്ങറാക്കരുത്, അവൾക്ക് സങ്കടങ്ങൾ അഥവാ സമ്പത്തിന്റെ പേരിൽ നീ ഉണ്ടാക്കരുത്. അതുകൊണ്ട് സാമ്പത്തികപരമായി അവരെ സുരക്ഷിതമാക്കണം. അതിനാണ് ഈ 2 ഇരട്ടി കൊടുത്തത്. അല്ലാതെ ഈ ഇങ്ങനെ വാങ്ങിയിട്ട് പെര വെക്കണ സമയത്ത് ഞാൻ 50 ഭാഗം കണ്ട് എന്നിട്ട് നമ്മൾ പെരയേറ്റാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു സംഭവത്തെ കാലങ്ങൾക്ക് ശേഷം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരൊന്ന് മാറ്റിമറിക്കുമ്പോ നിങ്ങൾ കാണുങ്ങളോട് ദേഷ്യമാണ്. ഇസ്ലാം പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. വാപ്പ മരിച്ചാൽ ഇനിയിപ്പോ അതൊക്കെ ചർച്ച വരും. വാപ്പ മരിച്ചു, പക്ഷെ വെല്ലിപ്പ ജീവിച്ചിരിപ്പുണ്ട്, ആ മക്കൾക്ക് സ്വത്തില്ല. ഇതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. കളിക്കലല്ല തുല്യത. തുല്യത എന്ന് പറഞ്ഞാൽ അവകാശത്തിൽ തുല്യതയാണ്, നീതിയിൽ തുല്യതയാണ്, അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതങ്ങളിൽ തുല്യതയാണ്.
ഒരിക്കലും അതല്ലാതെ ഏതെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരു വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് കൈകൾ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലല്ല തുല്യത. ഈ ലോകത്തിൽ എല്ലാറ്റിനും ഒരു രീതിയില്ലേ? നിങ്ങൾ നോക്കിയാട്ടെ, പ്രശസ്തരായ സിനിമാ നടിമാരൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ അഭിനയം നിർത്തുന്നുണ്ടല്ലോ. എന്താ ബാക്കി അവർക്ക് തുടർന്നുകൂടെ? ആലി മുസ്ലിയാരെ പോലെയും മറ്റുള്ളവരെ പോലെയുള്ള മനസ്സുകൊണ്ട് നടക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വർഗീയതയില്ലാത്ത കുടുംബമായി, ആരോടും പോരില്ലാത്ത കുടുംബമായി, ആരോടും വിദ്വേഷമില്ലാത്ത കുടുംബമായി നമ്മൾ മാറണമെങ്കിൽ അത്ര വിശാലതയിലേക്ക് നമ്മൾ എത്തണം. ഏത് രാഷ്ട്രീയക്കാർ വർഗീയത പറഞ്ഞാലും നമ്മൾ അതിലേക്കില്ലെന്ന് നമ്മുടെ സ്വന്തം പാർട്ടിയാണ് പറഞ്ഞെന്ന് വിചാരിക്കുക. നോ പറഞ്ഞ ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് അവരോട് പിരിഞ്ഞു പോകൽ പോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഇങ്ങനെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐക്യം, സമൂഹത്തിന്റെ ഐക്യം, രാഷ്ട്രത്തിന്റെ ഐക്യം, ഈ രാജ്യം ഇനിയും പുരോഗതിയിലേക്ക് പോകേണ്ടുന്നതിന്റെ ആവശ്യകത എല്ലാം കൂടി ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റുക. ഞാൻ പറയാം, ആയപ്പള്ളി കുടുംബത്തിൽ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിപ്പിക്കുന്നു. അവനവന്റെ സംഘടനയും കൊണ്ട് നമ്മൾ പോവാ. ഒരു കുടുംബമാകുമ്പോൾ വ്യത്യസ്ത സംഘടന ഉണ്ടാവും. ഇവിടെ AP-കാരുണ്ടാകാം, EK-കാരുണ്ടാകാം, സലഫികളുണ്ടാകാം. ഇവിടെ AP-കാരുണ്ടാകാം, EK-കാരുണ്ടാകാം, സലഫികളുണ്ടാകാം, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകാം, വേറെ പലതും ഉണ്ടാകാം. അവരവരുടേതായ രീതിയിൽ പോകട്ടെ. അതൊന്നും കുടുംബത്തിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. കുടുംബത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിനെ ഒരിക്കലും എന്താക്കരുത്, വലിച്ചിഴച്ച് കൊണ്ടുവരരുത്. അത് അവരും അവരുടെ ആ ഒരിതുമായി ജീവിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർ വ്യത്യസ്തമായി ഉണ്ടാകാം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാം, കോൺഗ്രസ്സുകാരുണ്ടാകാം, ലീഗുകാരുണ്ടാകാം, പലരും ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും എന്താകരുത്, രാഷ്ട്രീയത്തിന് നമ്മുടെ കുടുംബത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരരുത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിലപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടേക്കണം. മനുഷ്യന്മാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. രാഷ്ട്രീയത്തിന്റെ പേര് ശിഥിലീകരണം ഉണ്ടാകരുത്. കുടുംബസംഗമം നടക്കുമ്പോൾ ഒരിക്കലും ഇവിടെ അത് ഉണ്ടാകൂല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് പറയാൻ, എന്റെ സംഘടനയിൽ നിന്ന് ആളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാണ്, എല്ലാവർക്കും പറ്റിയ ആൾക്കാരെ നമ്മൾ കൊണ്ട്, ഒരാളെ വിമർശിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തായാലും പങ്കെടുപ്പിക്കരുത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ സംഘങ്ങളെ ചേർക്കാൻ നമുക്ക് പറ്റണം, കുടുംബത്തെ ചേർക്കാൻ നമുക്ക് പറ്റണം. കുടുംബത്തിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, നിങ്ങൾ പെട്ടെന്ന് പൈസക്കാരനാവും. പെട്ടെന്ന് 1 കൊല്ലം കൊണ്ട് 1 കോടിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് 10 കോടി ഇട്ടെങ്കിൽ അങ്ങനെ. കഥകൾ ഇങ്ങനെ മെനഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ക്ഷണിക്കാൻ തുടങ്ങും. ഒരു ഗ്രാജുവൽ പ്രോസസ്സിംഗ് ഇല്ലേ, അതിലൂടെ പോയാൽ മതി. എത്രയോ കുട്ടികൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ട്രാപ്പിലാണ്. മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഓരോ ഗെയിമുകളും, അതും ഇതാ ഗെയിം ക്രിയേഷൻ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കാൻ പറയുന്നുണ്ട്. പൈസക്ക് വേണ്ടിയിട്ട് പൈസ ഇടും. ഇങ്ങനെ കുട്ടികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊന്നും കുട്ടികൾ പോകാതിരിക്കണേ എന്ന് ഞാൻ ഉപദേശിക്കല ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ് പെൺകുട്ടികളോട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഏത് വരുന്നുണ്ട്, സുലു ഉണ്ടാവില്ല അവിടെ. സുലു ആരാ? വേറെ പെരേക്ക് പോകേണ്ട ഒരാളാണ്. സുലുവിനെ അവിടുന്ന് കെട്ടിക്കൊടുത്തതാണ്. അവിടുത്തെ ഒരു മോളാണ് ഈ സുലു. പക്ഷെ ഈ പെങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകണ്ടാവെന്ന് വിചാരിക്കും. അതായത് നമ്മളെ പെമ്മക്കൾ പെരി വരുമ്പോൾ ഇച്ച കൊടുക്കാൻ പോകണം, ഇന്നും അവള് വരും എന്ന് പറയാം. അപ്പൊ ഈ കുട്ടിക്ക് കുട്ടീൻ്റെ അമ്മാനെ കാണാൻ പോകണ്ടേ? എന്താ നമ്മൾ മാന്തളിന്റെ കണ്ണ് പോലെ ഒരു കണ്ണ്, മാന്തലിന്റെ കണ്ണ് പോലെ കണ്ണാവല്ലേ? മാന്തൽ ഒരു ഭാഗത്തെ കണ്ണുള്ളൂ എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവാന്ന്. അതുപോലെ ആകല്ലേ നമ്മുടെ പെൺകുട്ടികളെ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയും. അവൾക്ക് ഉപ്പയുണ്ട്, അവൾക്ക് ഉമ്മയുണ്ട്. അവളുടെ ഉമ്മാമ്മ കാത്തിരിക്കുന്നു, അവളുടെ ഉപ്പ കാത്തിരിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ അവൾ അനാഥമല്ല. ഒരിക്കലും അവളുടെ ഉപ്പ യതീമാക്കിയിട്ടില്ല, കല്യാണം കഴിച്ചു വിട്ടിട്ടേ ഉള്ളൂ. അവളെ ഉപ്പയെ കാണാൻ അവൾക്ക് അവകാശമുണ്ട്, ഉമ്മയുടെ അടുക്കൽ പോകാൻ അവകാശമുണ്ട്, വീണ്ടും അവളുടെ പഴയ കുടുംബത്തിലൊക്കെ പോയി സന്ദർശിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അത് നമ്മൾ എന്തായാലും ചെയ്തു കൊടുത്തേ പറ്റൂ. അങ്ങനെ പാരസ്പര്യത്തിന്റെ, അതിനാ പാരസ്പര്യം എന്നറിയാം. നമ്മളെ മോള് വരുമ്പോൾ അവളൊന്ന് അവിടെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രസം തന്നെയല്ലേ, നമുക്ക് പഴയ പോലെ ഒന്ന് മക്കളൊക്കെ ഇരുന്ന് സംസാരിച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലടുത്തൊരു മരുവോള് പറയാണ്, മരുവന്മാർക്ക് ചില മരുക്കൾ അങ്ങനെ അവരെ പെരീക്കോണ തീരെ ഇഷ്ടം ഉണ്ടാവില്ല, അമ്മായിമാന്റെ കൂടെ തന്നെ നിൽക്കലായിരിക്കും ഇഷ്ടം. അങ്ങനെ ചില മരുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരവിടെ തന്നെ നിന്നോട്ടെ, അല്ലാതെ നിർബന്ധം പിടിപ്പിച്ചിട്ട് ഒരിക്കലും ഉണ്ടാക്കരുത്. അങ്ങനെ പഴയ അമ്മായിമ്മമാരോടൊക്കെ വെള്ളിയാഴ്ച പോകണമെങ്കിൽ തിങ്കളാഴ്ച ചോദ്യം തുടങ്ങും. അമ്മ ഞാൻ വെള്ളിയാഴ്ച പോകട്ടോ, നിങ്ങൾ സമ്മതിക്കണട്ടാ. അങ്ങനെ വ്യാഴാഴ്ച ആകുമ്പോൾ അമ്മായിമാർക്ക് കുറച്ചും കൂടി ഒരു എടുപ്പാ, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പോകണോ എന്നൊക്കെ ചോദിക്കും. ആകെ ഇടങ്ങറാക്കുന്ന ചില അമ്മായിമ്മമാർ പണ്ട് എന്തായിരുന്നത്രേ, അങ്ങനെ എനിക്കറിയുള്ളൂ. അതേപോലെ ഒരു അമ്മായിമ്മ നമ്മൾ ആകരുതേ.
ഇവരെ നെഞ്ചിൽ ചേർത്ത് ചുംബനം കൊടുക്കുന്ന, മരുമക്കളെ സ്വന്തം മക്കളായി കാണുന്ന ഉമ്മമാരായി നമ്മൾ മാറുമ്പോൾ ഉമ്മമാർക്ക് തിരിച്ചും ഇത് കിട്ടുക എന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മളെ പ്രിയപ്പെട്ടവർ, ഞാൻ ഉദ്ഘാടനം ചെയ്ത് പോയി എന്നാണ് വിചാരിച്ചത്. നമ്മളെ പ്രിയപ്പെട്ട MLA എത്തി. ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ, ഒരു സ്ത്രീയും ഒരു ഉമ്മയെയും നമ്മൾ മോശമാക്കല്ലേ. പാവം നമ്മുടെ ഉമ്മ കരിഞ്ഞ കൈയുമായിട്ട് കൂടെ ഉണ്ടാകും. കൈയൊന്നും വലിയ കാണാൻ രസമൊന്നും ഉണ്ടാകൂല. പക്ഷേ ആ കൈ കാണാൻ രസമില്ലാതെ ആയത് എന്തിന്റെ പേരിലെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തതിന്റെ പേരാണ്. അമ്മയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. അമ്മയിൽ അരയുന്നത് പാവം അവളാണ്. അതേപോലെ തന്നെ ഒരിക്കലും ഇരുട്ടത്തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിൽ അഗ്നി പോലെ കത്തിയാളുന്നത് പാവം അവളാണ്. അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തത് കൊണ്ട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അവരിയുന്നത് പാവം അവളാണ്. അടുപ്പിലൂതി ഊതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അടുപ്പിലെ വിറകായി എരിയുന്നത് അവളാണ്, അവളുടെ ജീവിതമാണ് എന്ന് കവി പറഞ്ഞു വെച്ചതുപോലെ പാവം ഉമ്മയുടെ അവസ്ഥ അതാണ്. ഉപ്പയുടെ അവസ്ഥ നെഞ്ചൽ നെരിപ്പോടുമായിട്ട് നടക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം ഒറ്റപ്പെടാതിരിക്കാൻ നമുക്ക് നോക്കണം. സോഷ്യൽ മീഡിയ നോക്കുന്ന മക്കള് ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ അമ്മ ഇപ്പം എന്തായിരിക്കും എടുക്കണമെന്ന് ഒന്ന് മാളികപ്പുറത്തു നിന്ന് ഇറങ്ങി വരിക. എന്നിട്ട് ഉമ്മാൻ്റെ അടുത്തൊക്കെ വന്നിട്ട് എന്തമ്മ സുഖം തന്നെ, നിങ്ങൾ ചായ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛന് നിങ്ങൾ പറയരുത്. ഞാനും പറയാറുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന്. പക്ഷേ നമുക്ക് രാഷ്ട്രീയ ചിന്തയുണ്ടാകണം. നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായ നവജാഗരണം നമുക്കുണ്ടാകണം. ഒറ്റപ്പെടരുത് നമ്മൾ, തുല്യമല്ലാതിരിക്കരുത് നമ്മൾ. അതിനുവേണ്ടി ആർജവത്തോടെ പോരാടണം നമ്മൾ. അങ്ങനെയുള്ള ഒരു സമൂഹമായി, ഒരു കുടുംബമായി ഈ ആയപ്പള്ളി കുടുംബം ഇനിയും ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉദ്ഘാടകൻ എത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് വഴിമാറി ഉയർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.